കേട്ടില്ലേ നാട്ടില് പെയ്തുള്ള സംസാരം. എതുക്കടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற എങ്ക பார்த்தாலும் നീ മാസ് ചിത്രം എമ്പുരാനായുള്ള കട്ട വെയിറ്റിംഗിലാണ് ആരാധകരൊക്കെ തന്നെ ഉള്ളത്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. സിനിമാ പ്രേമികൾക്കൊപ്പം തന്നെ ആവേശത്തിലാണ് കേരളത്തിലെ തിയേറ്ററുകളും ഒക്കെ. ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ, നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. ഇതും വെച്ചോണ്ട് നമുക്ക് 10 കാശ് ഉണ്ടാക്കാം. മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ കൂറ്റൻ കട്ടൗട്ടുകൾ പല തിയേറ്ററുകളിലും ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന എറണാകുളം കവിതാ തിയേറ്ററിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററാണ് കവിത. എങ്ങനെയാണ് സിനിമാ പ്രേമികളെ വരവേൽക്കാൻ കവിത ഒരുങ്ങിയിരിക്കുന്നത്? അത് ഉത്തരം പറ. അത് കവിത ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. 1100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ്. എങ്ങനെ അളിനാതൊന്നൂടി പറഞ്ഞേ. ഏത് ഇപ്പൊ പറഞ്ഞില്ലേ? കവിത ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. 1100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ്. ഞാൻ ഞെട്ടി. ഫസ്റ്റ് ഡേ 6600 സീറ്റാണ്. 6 ഷോയ്ക്ക് കൂടി ടിക്കറ്റ് സെയിൽ ചെയ്തിരിക്കുന്നത്. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? ഇത്തവണ റെക്കോർഡ് തിരുത്തും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നല്ലൊരു പ്രതീക്ഷയാണ് തിയേറ്ററിന്. ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരല്ലോ പിള്ളേച്ച. സംശയം ഉണ്ടെങ്കിൽ കേറി നോക്കാം. എന്തേ? പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. പിന്നെയും വന്നു. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? എന്തായാലും ഇത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരാണിത്? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? എന്നാലും അവൻ ആരായിരിക്കും? എടാ, അത് നീയല്ലേ? ഏതാണ്? സത്യം പറ, അത് നീയല്ലേ? ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. റിക്കിയോൺ അല്ലെങ്കിൽ ഡോണിയൻ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി ഒരു വൈറ്റ് ഷർട്ട് ഇട്ട ഒരാളില്ലേ, അതാണെങ്കിലോ ഡോണിയൻ? എന്റെ ദൈവമേ, ഒരു നടത്തപ്പുലിവാലി. കൺഫ്യൂഷൻ ആയല്ലോ. റിക്യൂനും ഡോണിയനും ഉണ്ടെങ്കിലോ? രണ്ട് തല ഉണ്ടെങ്കിലോ? അത് 2 തലയാണല്ലോ നമ്മൾ പറഞ്ഞോണ്ട് വെക്കുന്നത്. അപ്പുറത്തുകൊണ്ട് 2 തല, ഇപ്പുറത്തുകൊണ്ട് 2 തല. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. പക്ഷെ വേറെ സംശയം, എന്നാലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. വേറെ സംശയമുണ്ട്. ചിലർക്ക് ഈ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ആമിർ ഖാനൊക്കെ പലരും താനൊങ്ങനെ വിചാരിച്ചോടോ? എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. അത് എന്റെ വിവരക്കേടുണ്ടോ? പോയി വെള്ളം ചൂടാതെ നോക്കണോ? പല ആൾക്കാരും കമന്റ് ഇടുന്നുണ്ട്. മലയാളത്തില് ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമയില് വില്ലനായിട്ട് ആമിർ ഖാൻ വരെ. അതെ സാർ. അടക്കണ കാര്യം പറയടാ. എന്റെ കണക്കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്തെങ്കിലും സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി ഗുഡ്. ശരി. 2 ദിവസം ഇനി നമ്മുടെ മുന്നിലേക്ക് എമ്പുരാൻ അവതരിക്കാൻ സമയങ്ങളുള്ളൂ. അതെ, വെറും 2 രാവുകൾ മാത്രം. സ്കൂളിലെ പിള്ളേർ ആകെ ഇളകിയിരിക്കുക. പിള്ളേര് മാത്രോ, നാട്ടുകാര് മുഴുക്കെ. നമുക്ക് പൊളിക്കണം. എന്നാ തന്നെ ഞാൻ കൊല്ലും. കലക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അത് തന്തയില്ലേ മിത്തരം. എടോ, ഇത് ആഘോഷമായി നന്നായി നടത്തണമെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറ. എനിക്ക് ടെൻഷൻ കയറണ്ടേട്ടാ. എന്റെ നെഞ്ചില് പാണ്ടിയും പഞ്ചാരിയും ഒരുമിച്ച കൊട്ടണേ. എന്റെ പുണ്യാളന്മാരെ, എന്റെ പാറമേക്കാവ് ഭഗവതി. ഇവനെന്താ ഇങ്ങനെ? എങ്ങനെ? കുട്ടിക്കയാൾ ഒന്നുമല്ലേ? എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. അതെ, ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം. നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ചാൽ
പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂടാണ്. ഇതേ കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. ഞാൻ എന്ത് ചെയ്യാനാണ് ഭീമ, നിങ്ങൾ പറ. ഇനി ഞാൻ മാത്രമായിട്ട് എതിർത്തിട്ട് എന്താ കാര്യം? എല്ലാം നന്നായി വരും. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ച് പൊളിക്കടാ.